ഹായ് ഫ്രണ്ട്സ്, BK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മണനാട് പള്ളി വന്നേക്കുന്നത്. മണനാട് പള്ളിയിൽ വന്നു. ഇന്ന് രാവിലെ അവധിയൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടി പള്ളിയിലൊക്കെ ഒന്ന് പോയേക്കാന്ന് ഓർത്തു. അത് മണനാട് പള്ളി, അഞ്ചിനിക്കര, അതുപോലെ തന്നെ പരുമല എന്നീ പള്ളികൾ സന്ദർശിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നതാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളങ്ങനെ മണനാട് പള്ളിയിൽ എത്തിയേക്കുവാണ്. പഴയ പുരാതനമായ പള്ളിയാണിത്. എൻ്റെ ഓഫീസ് കെട്ടിടമൊക്കെ ഉണ്ടോ, എന്ത് പുരാതനമായി നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽക്കുന്നത്, വലിയൊരു മരം നിൽക്കുന്നത്, മണിമാളിക ഏറ്റവും പൊക്കത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ അകത്തെ വിശേഷങ്ങളാണ് കണ്ടോ. പള്ളി അകത്താണെങ്കിലും അതിമനോഹരമായിട്ട് പെയിൻറ്റിങ്ങും പരവതാനിയൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. ആ കുരിശും അതുപോലെ തന്നെ ഒരു കുളവും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടുന്ന് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലവും എല്ലാം പ്രത്യേകം പുറത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുരിശുകളൊക്കെ റാസ എഴുന്നള്ളിപ്പാണ് അവിടുത്തെ പ്രധാന പെരുന്നാളിന്. ആ കുരിശാണ് അവിടെ ഇരിക്കുന്നത്. ഇത്രയും റാസ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട് അവിടെ. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ പോയി മഞ്ഞിനിക്കര ദയറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നു. അവിടെ രണ്ട് പള്ളിയാണ് നമുക്കുള്ളത്, സിംഹാസന പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇടവ പള്ളി. സിംഹാസന പള്ളിയിലാണ് നമ്മുടെ പരിശുദ്ധനായ ഏലിയാസ് തിരുതൻ പാത്രീസ് ബാവ കബറടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഉച്ച നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് ശേഷം ഞങ്ങളവിടെ തിരുമേനി ഉണ്ടായിരുന്നു. അവിടെ കൈമുത്തി ശേഷം ഞങ്ങൾ നേരെ പരിശുദ്ധനായ പിതാവിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന് അനേകമായിരക്കണക്കിന് ആളുകൾ അവിടെ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ രൂപവും ഒക്കെയുണ്ട്. അവിടെ ഞങ്ങൾ നേരെ പരുമല പള്ളിയിലേക്ക് എത്തിയിട്ടോ. പരുമലയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരാളുടെ അത്രയും ഉയരത്തിലുള്ള മെഴുകുതിരികളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്, കത്തിച്ച് വെച്ചിരിക്കുന്നത്. പരുമല തിരുമേനി, കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്ന പരുമല തിരുമേനിയുടെ ആ ഫോട്ടോയുടെ മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകമായിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അവിടെ. അതുപോലെ ഫോട്ടോയും ആ പള്ളിയുടെ അകവുമൊക്കെ ഭയങ്കര അതിമനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരാവുന്ന സ്ഥലങ്ങളാണിത്. മണനാട്, മഞ്ഞിനിക്കര, അതുപോലെ പുതുപ്പള്ളി, നീരാണം, പരുമല, ഇത്രയും പള്ളികൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. നിങ്ങളിങ്ങനെ പള്ളികളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പള്ളികളിലൊക്കെ പോവുക വളരെ അനുഗ്രഹപ്രദമാണ്. അതുപോലെ പരുമല തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിടന്നതായി കട്ടിലാണ് ഈ കാണുന്നത്. അതിപ്പോൾ ഒരു പുരാവസ്തുവായ എന്ന രീതിയിലും അവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വെച്ചേക്കാണ്. പള്ളിയുടെ അകമാണെങ്കിലും അതിമനോഹരമായിട്ട് അങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പള്ളി, ഭയങ്കര സൈലൻറ്റ് ആൻഡ് അതുപോലെ തന്നെ എന്തൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ. അതുപോലെ തന്നെ മണർകാടാണെങ്കിലും മഞ്ഞനിക്കരയാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു അനുഭൂതി നമുക്ക് ഫീൽ ചെയ്യും. തിരുമേനിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ പോയി ഇറങ്ങി നേരെ ആലപ്പുഴ വഴി ആലപ്പുഴയ്ക്ക് പോകണമെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ കുറച്ച് ആലപ്പുഴ AC റോഡിലുള്ള ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലൂടെ കുറച്ചങ്ങ് സഞ്ചരിച്ചു. അതിമനോഹരമായിട്ട് അവിടെ നെല്ല് വിളഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. ശേഷം അവിടുന്ന് ഞങ്ങൾ പതിയെ പോന്ന് ഞങ്ങൾ നേരെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കോതമംഗലത്ത് വരേണ്ടതായ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എത്ര നേരത്തെ എത്തണം എന്നുള്ള രീതിയിൽ നേരെ അവിടെ നിന്ന് പോന്നു. അതിമനോഹരമായിട്ട് റോഡൊക്കെ ടാർ ചെയ്ത് അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഭൂപ്രദേശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ റോഡിൻ്റെ മുകളിലെ പാലമൊക്കെ നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. നിങ്ങൾക്ക് വാഹനമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെബ്രോൺ ട്രാവൽസ് 9846189890 കോൺടാക്റ്റ് ചെയ്യാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതെല്ലാം വിവരിച്ച് പോകാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.